വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു 10,000 രൂപ റേഞ്ചിൽ വരുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഫോൺസ്, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ബെസ്റ്റ് ആയിട്ടുള്ള 4 ഫോൺസാണ് ഈ ഒരു വീഡിയോയിലൂടെ മെയിനായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, അപ്പോൾ നേരെ വീഡിയോയിലുണ്ട്. ഈ ഒരു ലിസ്റ്റിൽ വരുന്ന ഒരു ഫസ്റ്റത്തെ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ ഐക്യൂയുടെ Z9 ലൈറ്റ് അല്ലെങ്കിൽ വിവോയുടെ T3 ലൈറ്റ്. ഇത് രണ്ടും സെയിം തന്നെയാണ്, ചെറിയ രീതിയിലുള്ള വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അത് സ്പെസിഫിക്കേഷൻ്റെ കാര്യത്തിൽ നിന്നും വ്യത്യാസം വരുന്നില്ല, ഡിസൈൻ്റെ കാര്യത്തിലും അങ്ങനെ ഓവറോൾ ബ്രാൻഡ് കാര്യത്തിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഫോൺ വരുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡായിട്ടാണ് വരുന്നത്. 6.56 ഇഞ്ചിൻ്റെ ഒരു HD+ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. 15 MB പ്രൈമറി ക്യാമറ, 2 MP ഒരു ഡെപ്ത് സെൻസറും റിയറിൽ വരുന്നുണ്ട്. 8 MB സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി പെർഫോമൻസ് സൈഡ് പറയുകയാണെങ്കിൽ മിയാടെക്കിൻ്റെ Dimensity 6300 എന്ന അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ബാറ്ററി ആൻഡ് ഫാസ്റ്റ് ചാർജിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററി, 15 വാട്ടിൻ്റെ ചാർജിങ് ആണ് ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. ബട്ട് ഇതിൽ വിവോ T3 ലൈറ്റിൽ നമുക്ക് ബോക്സിനകത്ത് ചാർജർ വരുന്നില്ല, ബട്ട് ഐക്യൂയിൽ നമുക്ക് ചാർജർ വരുന്നുണ്ട്. അതൊരു മെയിനായിട്ടൊരു ഡിഫറൻസ് തന്നെയാണ്. സോ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് പറയുകയാണെങ്കിൽ 4GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസ് 10,499 ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസ് പോയിന്റിൽ അത്യാവശ്യം നല്ലൊരു ഐക്യൂയുടെ ഫോൺസൊക്കെ നോക്കുന്നില്ലെങ്കിൽ, വിവോ ഫോൺസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നോക്കാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് ആയുള്ള ഓപ്ഷൻ തന്നെയാണ്. ഇനി ഈ ഒരു ലിസ്റ്റിലെ അടുത്തൊരു ഫോൺ എന്ന് പറഞ്ഞാൽ മോട്ടോറോള ഫോണാണ് മോട്ടോ G34 5G. പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡ് തന്നെയാണ് ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുള്ളത്. 6.5 ഇഞ്ചിൻ്റെ ഒരു HD+ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ ഹൈ റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. 15 MB ആണ് പ്രൈമറി ക്യാമറ, പിന്നീട് ഒരു ഓക്സിലറി ലെൻസും റിയറിൽ കൊടുത്തിട്ടുണ്ട്. സെൽഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 8 MB സെൽഫി ക്യാമറയാണ് വരുന്നത്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ മിയാടെക്കിൻ്റെ Dimensity 6300 എന്ന നേരത്തെ വിവോയിലും ഐക്യൂലും ഉപയോഗിച്ച അതേ സെയിം ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ് ഈ ഒരു ഫോണിലും വരുന്നത്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ്. 5000 mAh ബാറ്ററിയും 15 വാട്ടിലെ ഫാസ്റ്റ് ചാർജിങ് ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല, നോർമൽ ആയിട്ടുള്ള ചാർജിങ്ങും ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. പ്രൈസും വേരിയൻറ്റും പറയുകയാണെങ്കിൽ 4GB 64GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസാണ് 10,499. അപ്പം നേരത്തെ പറഞ്ഞ ആ ഒരു ഫോണിൻ്റെ സെയിം ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് ഇതിനും. അപ്പോൾ നിങ്ങൾ പറയില്ലേ 10,000 രൂപ താഴെ ഫോണെന്ന് പറഞ്ഞാൽ എന്തിനാ 500 രൂപ കൂടുതൽ കൊടുത്തിട്ടുള്ളൊരു ഫോൺ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫർ ടൈമിൽ ഇതെന്തായാലും 10,000 രൂപയ്ക്ക് താഴെ വരാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫോണൊക്കെ ഇൻക്ലൂഡ് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ട് വാങ്ങുകയാണെങ്കിൽ തന്നെ ഒരു 500 രൂപ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫോൺ കിട്ടും. അപ്പം അതും കൂടെ ഒന്ന് നോക്കാം. ദെൻ അടുത്തൊരു ഫോൺ എന്ന് പറയുന്നത് പോക്കോയുടെ M6 Pro 5G. ഈ ഒരു ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡ് തന്നെയാണ് ഇതിലും വരുന്നത്. 6.67 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD IPS LCD ഡിസ്പ്ലേ വരുന്നുണ്ട്. 90 ഹെർട്സിന് റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ഫോണിൽ നമുക്ക് ഫുൾ HD ഡിസ്പ്ലേ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ 2 ഫോണിലും HD ആണ് റെസൊല്യൂഷനായിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് ഫുൾ HD അതായത് 1080p റെസൊല്യൂഷൻസ് വരുന്നുണ്ട്. അതൊരു ബെറ്റർ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്ന് പറയുമ്പോൾ. ദെൻ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 15 MB പ്രൈമറി ക്യാമറ, 2 MB ഡെപ്ത് ക്യാമറയും റിയറിൽ വരുന്നുണ്ട്. 8 MB സെൽഫി ക്യാമറയാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഇനി പെർഫോമൻസ് പറയുകയാണെങ്കിൽ Qualcomm Snapdragonൻ്റെ 4 Gen 2 എന്ന അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. ഇനി ബാറ്ററി പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയും 18 വാട്ടിലെ ചാർജിങ്ങും ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. പ്രൈസും വേരിയൻറ്റും പറയുകയാണെങ്കിൽ 4GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസ് 9,499 ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം പോക്കോടൊക്കെ ഒരു ഫോൺസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇതും അത്യാവശ്യം ഒരു നല്ലൊരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. ഇനി ഈ ഒരു ലിസ്റ്റിലെ ലാസ്റ്റ് ഒരു ഫൈനൽ ആയിട്ടുള്ള ഫോൺ എന്ന് പറഞ്ഞാൽ സാംസങ്ങിൻ്റെ ഫോൺ മാത്രമേ വാങ്ങൂ എന്ന് നോക്കിയിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കായിട്ടുള്ളൊരു ഫോണാണ് സാംസങ് ഗാലക്സി M40 5G. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡ് തന്നെയാണ് വരുന്നത്. 6.6 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD IPS LCD ഡിസ്പ്ലേ വിത്ത് 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ അതായത് 1080p റെസൊല്യൂഷൻസ് വരുന്നുണ്ട്. ദെൻ 15 MB പ്രൈമറി ക്യാമറ, 2 MB മാക്രോ, 2 MB ഡെപ്ത് റിയറിൽ കൊടുത്തിട്ടുണ്ട്. 13 MB സെൽഫി ക്യാമറയാണ്, നോച്ചിനകത്ത് തന്നെയാണ് സെൽഫി ക്യാമറ ഒക്കെ തന്നെ വരുന്നത്. പെർഫോമൻസ് ആണെങ്കിൽ എക്സിനോസിൻ്റെ 1330 എന്ന ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നൊരു ചിപ്സെറ്റ് വരുന്നുണ്ട്. 6000 mAh ബാറ്ററിയും 25 വാട്ടിന് ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രൈസും വേരിയൻറ്റും പറയുകയാണെങ്കിൽ 4GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസ് 9,499 ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ അത്യാവശ്യം നിങ്ങളൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഒരു ഫോൺ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐക്യൂ Z9 ലൈറ്റ് അല്ലെങ്കിൽ വിവോ T3 ലൈറ്റ് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ മോട്ടോ G34 5G നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ തന്നെയാണ്.
ഇനി ഒരു സാംസങ് ഫോണാണെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ M40 അല്ലെങ്കിൽ ഒരു ഓൾറൗണ്ടർ ഫോൺ എന്ന രീതിയിൽ നമുക്ക് ഈ ഒരു സാംസങ്ങിന് M40 അല്ലെങ്കിൽ പോക്കോയുടെ M6 Proയും നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റായിട്ടുള്ള 2 ഓപ്ഷൻ തന്നെയാണ്. അപ്പം ഇത് അല്ലാതെയും വേറെ ഒരുപാട് ബ്രാൻഡ് ഫോൺസും ഈ ഒരു 10,000 രൂപ റേഞ്ചിൽ ബെസ്റ്റായിട്ട് വരുന്നുണ്ട്. ബട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന 4 ഫോൺസ് ഇതാണ്. അപ്പം നിങ്ങൾക്ക് ബെസ്റ്റായിട്ടുള്ള വേറെ ഏതെങ്കിലും ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു വീഡിയോ എന്നത്തെ പോലും യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.